ഹലോ. തങ്കച്ചിയാണ് മോളെ. അറിയാം. മോക്ക് സുഖമാണോ? അല്ലെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ മോളെ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും എനിക്ക് ആവശ്യമുള്ളത് തരാനൊന്നും മോളെ കൊണ്ട് പറ്റില്ലല്ലോ. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. മോക്കുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണം? ഏത് ബർത്ത്ഡേ പാർട്ടി? ഓ, അപ്പൊ അറിഞ്ഞില്ലല്ലേ? ഫോട്ടോ കണ്ടപ്പോ ഞാൻ കരുതി മോളും ഉണ്ടാവുന്നു. അപ്പോ അവ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ അവരങ്ങനെ ചെയ്തത്? മോളെ വിളിക്കണ്ടല്ലായിരുന്നോ? ആ, അവളായിരിക്കും പറഞ്ഞത് വിളിക്കണ്ടെന്ന്. മോള് ചെന്നാ അതൊരു അസൗകര്യമായാലോ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരുടെ പാർട്ടി? എന്ത് പാർട്ടി? പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അത് മോക്ക് അയച്ചു തരാം. പിന്നെ അത് വെച്ച് മോള് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. വളരെ ബുദ്ധിപരമായിട്ട് വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഇതാണ് പിള്ളേരുടെ കുഴപ്പം. എടുത്തു ചാടും. സാവകാശം ശാന്തമായി കൈകാര്യം ചെയ്താ ഏത് വലിയ പ്രശ്നവും ഒരു പൂ പറിക്കുന്ന പോലെ പരിഹരിക്കാൻ പറ്റും. അത് ചെയ്യില്ല. ആ, എന്ത് ചെയ്താലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളുടെ ജീവിതമല്ലേ, അതെങ്ങനെ പോണോന്ന് മോള് തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഫോട്ടോ അയക്കാനുണ്ടെങ്കിൽ അയക്ക്. ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. സഹതാപവും എനിക്ക് വേണ്ട. എന്റെയും എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന് എന്തായാലും എനിക്കറിയാം. അതുകൊണ്ട് ഈ സംസാരം നീട്ടിക്കൊണ്ടു പോവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ശരി, എന്നാ ഞാൻ എന്റെ ജോലി തീർത്തേക്കാം. അയച്ചിട്ടുണ്ട്, കാണ്. എങ്ങനെയുണ്ട് മോനെ ചേച്ചിക്കിപ്പോ? അതിപ്പോ മാറി വരുന്നു. മോനിരിക്കെ. എല്ലാം ശരിയായിക്കോളൂന്നേ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇവിടുത്തെ കാര്യ കഷ്ടം. എത്ര ദിവസമായി പാർവതിയെ കാണാതായിട്ട്. എവിടെയുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഞാൻ SP ഒന്നുകൂടി കാണാച്ചാ. അമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാം. ഒരു സ്പെഷ്യൽ ടീം അതിനുവേണ്ടി രൂപീകരിച്ച ചിലപ്പോൾ പ്രയോജനം ഉണ്ടായേക്കും. അന്ന് പ്രേമേച്ചിക്ക് വേണ്ടി അങ്ങനെ ഒരു ടീം രംഗത്തിറങ്ങാൻ പോകുന്നു കേട്ടപ്പോഴാ ചേച്ചി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതേ തന്ത്രം വീണ്ടും പ്രയോഗിക്കണം. പാർവതിയുടെ അവസ്ഥ ഇപ്പൊ എന്തായി കാണുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് അസുഖങ്ങളുള്ളതാ. കൃത്യമായിട്ട് മരുന്നൊന്നും കഴിച്ചില്ലെങ്കിൽ അതൊക്കെ കൂടും. അച്ഛൻ സമാധാനായിട്ടിരിക്കെ. ഒരു കുഴപ്പമില്ലാതെ അമ്മ തിരിച്ചു വരും.